നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നീരാഞ്ജന. ഇന്ന് നമ്മൾക്ക് വൃക്കരോഗമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. വൃക്കരോഗമുള്ള ഒരാളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പൊട്ടാസ്യം കുറവുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും എപ്പോഴും കുറച്ച് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഷുഗറോ അല്ലെങ്കിൽ ബി.പിയുടെ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ എപ്പോഴും അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ കൂടെ ശ്രദ്ധിക്കണം. ഗ്രീൻ ആപ്പിൾ വളരെയധികം നല്ലതാണ്. ഗ്രീൻ ആപ്പിൾ നമ്മൾക്ക് കഴിക്കാം. അതുപോലെ പപ്പായ നല്ലതാണ്. പപ്പായയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ക്യാപ്സിക്കവും നല്ലതാണ്. ക്യാപ്സിക്കം നമ്മൾ സാലഡ്സിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ക്യാബേജ് നല്ലതാണ്. ക്യാബേജിൽ കലോറി കുറവാണ്, പൊട്ടാസ്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ക്യാബേജ് നല്ലതാണ്. പിന്നെ നമ്മൾക്ക് കുക്കുംബറും നല്ലതാണ്. നമ്മൾ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കുക്കുംബർ നല്ലതാണ്. നിങ്ങൾക്കിനി ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ പ്രോട്ടീൻ കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. പ്രോട്ടീൻ കുറവുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറച്ചി, പ്രത്യേകിച്ച് ബീഫ്, പോർക്ക്, മട്ടൺ, റെഡ് മീറ്റിലൊക്കെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ബീഫ്, പോർക്ക്, മട്ടൺ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ മുട്ടയിലാണെങ്കിലും പ്രോട്ടീൻ അളവ് കൂടുതലാണ്. അതുകൊണ്ട് മുട്ടയുടെ ഉപയോഗം കുറയ്ക്കണം. പിന്നെ പാല്, തൈരിലൊക്കെ പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം കുറച്ച് കഴിക്കുകയായിരിക്കും നല്ലത്. പിന്നെ മോരൊക്കെ നിങ്ങൾ സംഭാരം പോലെ കുടിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് ഡൈലൂട്ട് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ചീര, ഇലക്കറികളിലൊക്കെ പൊട്ടാസ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ്നീനെ അത് ഡാമേജ് ആക്കും. ഓൾറെഡി നിങ്ങളൊരു കിഡ്നി പേഷ്യന്റ് ആണെങ്കിൽ ചീര, ഇല വർഗ്ഗത്തിലൊക്കെ പൊട്ടാസ്യം കൂടുതലാണ്. അതുകൊണ്ട് ചീര പോലത്തെ ഇലവർഗ്ഗങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഉപ്പിന്റെ ഉപയോഗം. എന്ന് വെച്ചാൽ ഉപ്പ് ഭക്ഷണത്തിൽ ചേർക്കാതെ കഴിക്കണമെന്നല്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എല്ലാ ബേക്കറി ഐറ്റംസിലും ഉപ്പുണ്ടാകും. അതുകൊണ്ട് ബേക്കറി ഐറ്റംസ് ഒക്കെ അതുപോലെ പാക്കേജ്ഡ് ഫുഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കിയായിരിക്കും നല്ലത്. പിന്നെ പയറ്, കടല, പരിപ്പ്, ഈ ധാന്യങ്ങളിലെല്ലാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. നിങ്ങൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരിക്കൽ മാത്രം ഇത് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. പിന്നെ വെള്ളം കുടിക്കുന്നത്, ഇപ്പോൾ ഒരുപാട് നമ്മൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കിഡ്നി പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏത് ടൈപ്പ് കംപ്ലൈന്റ് ആണെന്ന് നോക്കിയിട്ടാണ് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ക്രിയാറ്റിനും കൂടിയിട്ടുള്ള ഒരാളാണെങ്കിൽ ഓവർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പാടില്ല, വെയിറ്റ് ലിഫ്റ്റിംഗ് പാടില്ല. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എപ്പോഴും ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യും, അതൊന്നും വലിയ പ്രശ്നമല്ല. അല്ലാതെ ബോഡിക്ക് ഒരുപാടായിട്ട് ഓവർ എക്സസൈസ് കൊടുക്കുന്ന രീതിയിലുള്ള വ്യായാമം ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. പിന്നെ നട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിലും എപ്പോഴും നിങ്ങൾ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുകയായിരിക്കും നല്ലത്. കാരണം ക്രിയാറ്റിൻ കൂടിയിട്ടുള്ള കേസിൽ നമ്മൾ നട്ട്സ് ഒരുപാട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, അനാവശ്യമായിട്ട് പെയിൻ കില്ലേഴ്സ് ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. നമുക്ക് പെട്ടെന്ന് ഒരു തലവേദന വന്നു അല്ലെങ്കിൽ ബാക്ക് പെയിൻ വന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. അത് കിഡ്നി രോഗം കൂടാനുള്ള കാരണമാകും. പിന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ലതാണ്. പിന്നെ തക്കാളിയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ വിനെഗർ വെള്ളത്തിലോ ഇട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് ഷുഗർ ഒന്നും ഇല്ലാത്ത നോർമൽ ആയിട്ടുള്ള ആളാണെങ്കിൽ ചെറിയൊരു അളവിൽ നമുക്ക് ചോറ് കഴിക്കാം. പഴങ്ങളും പച്ചക്കറികളും എല്ലാം കഴിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും നിങ്ങളൊരു ഡയറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഡയറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മൂത്രത്തിൽ പത കാണുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് വേദനയോ ലോവർ ബാക്കിലൊക്കെ എപ്പോഴും നമുക്ക് വിട്ടുമാറാത്ത വേദനയുണ്ട്. ഇതിന്റെ കൂടെ തന്നെ യൂറിൻ പോകുന്ന സമയത്ത് വേദനയുണ്ട്, യൂറിൻ പത കാണുന്നുണ്ട്. പത നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത അങ്ങനെ നിൽക്കും. നല്ല സോപ്പ് വെള്ളം കലക്കി ഒഴിച്ചാൽ പത എങ്ങനെ ഉണ്ടാവും, അതേപോലെ പത കാണുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുപോലത്തെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്